ഡിസിപ്ലിൻ ഈസ് ഈസി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇത്? പറയുന്നത് പോലെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഡിസിപ്ലിൻ കൊണ്ടുവരും? ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ലേ? നിങ്ങളുടെ മനസ്സിലൂടെയും ഇങ്ങനത്തെ 1000 ചോദ്യങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കോൺട്രവേഴ്സൽ ആയേക്കാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളെ ഹാർഡ് കോർ ഡിസിപ്ലിൻ കാണിച്ച് വാസ്തവത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് പച്ചക്കള്ളമാണ്. കാരണം ഇതിലൂടെ നിങ്ങളുടെ വളർച്ച നെഗറ്റീവിലേക്കാണ് പോകുന്നത്. നിങ്ങൾ സ്വയം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ കാര്യം കോംപ്ലിക്കേറ്റഡായി മാറിയതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായ ഭയമുണ്ടാകുകയും ചെയ്യുന്നു. അത് കാരണം നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിന്റെ അളവ് പോലും കുറയുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്ന മികച്ച ഒന്നാണ് വായന. വായിക്കുന്നതിലൂടെ അറിവ് നേടാമെന്നാണല്ലോ. പക്ഷേ ഇത് വായിക്കാൻ സമയം തീരെ ഇല്ലാത്തത് കാരണം മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും മികച്ച പുസ്തകങ്ങളെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് കുക്കു FM. ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പുസ്തകമാണ് റോണ്ട ബേണിന്റെ ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് 7 സീക്രട്സ് ഓഫ് ലൈഫ്. 1,00,000-ൽ പരം ലിസണേഴ്സ്. ഈ 2 പുസ്തകങ്ങളും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായി കുക്കു FM-ൽ അവൈലബിൾ ആണ്. മലയാളത്തിലെ മികച്ച എഴുത്തുകാരായ ബഷീർ, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, OV വിജയൻ, ബെന്യാമിൻ തുടങ്ങിയവരുടെ ഏറ്റവും മികച്ച കൃതികളും നിങ്ങൾക്ക് കുക്കു FM-ലൂടെ ആസ്വദിക്കാവുന്നതാണ്. 7-ഡേ ഫ്രീ ട്രയലിൽ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലർ ബുക്സ് ഫ്രീ ആയി കുക്കു FM-ലൂടെ ആസ്വദിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ബെസ്റ്റ് ഓഡിയോ ലേണിംഗ് എക്സ്പീരിയൻസിനായി നിങ്ങൾക്ക് കുക്കു FM ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കി പറയാം. ഡിസിപ്ലിൻ ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ എങ്ങനെ നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമാക്കി മാറ്റാം? അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാം? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അതോടൊപ്പം തന്നെ വളരെ എളുപ്പമുള്ള 4 ഈസി ഡിസിപ്ലിൻ ഡൊമിനോ ഹാബിറ്റ്സുമാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇന്നേ വരെ ഡിസിപ്ലിന് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ മറക്കും. കാരണം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിസിപ്ലിൻ ഈസ് ഈസി. ഇത് വാസ്തവം തന്നെയാണ്. കാരണം നിങ്ങളോട് എല്ലാവരും പറയുന്നത് പോലെ നേടാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമല്ല ഇത്. ഡേവിഡ് ഗോഗിൻസ് എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 20 മൈൽ ദൂരം ഓടാറുണ്ട് എന്നത് സത്യമാണ്. അതുപോലെ തന്നെ ഇലോൺ മസ്ക് ആഴ്ചയിൽ 100 മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നതും, വിരാട് കോഹ്ലി എല്ലാ ദിവസവും 2 മണിക്കൂർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാറുണ്ടെന്നതും സത്യമാണ്. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇത്രയും എക്സ്ട്രീമിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ 100 മണിക്കൂർ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളിൽ പലർക്കും ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായെന്ന് വരില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഉണ്ടെന്ന കാര്യം നമ്മൾ കണ്ടല്ലോ. വെറുതെയല്ല അവർ അത് ചെയ്യുന്നത്. അവരുടെ പ്രൊഫഷൻ അവരിൽ നിന്നും ഇത്രയും എക്സ്ട്രീം ഡിസിപ്ലിൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം. സോഷ്യൽ മീഡിയയിലെ പലതരം വീഡിയോസും ഡിസിപ്ലിൻ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു കഴിവാണെന്ന രീതിയിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഭയം സൃഷ്ടിച്ചിട്ടുണ്ടാകും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ജനിക്കുമ്പോൾ മുതലേ വളരെയധികം ഡിസിപ്ലിൻഡായി ജനിച്ചവരാണ് ഈ പറഞ്ഞവരൊക്കെയും എന്ന്. വാസ്തവത്തിൽ നമ്മളും ഈ ലോകത്തിലെ ധനികരായ ആളുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഉള്ളിൽ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എന്നാൽ പുറമേ നോക്കുമ്പോൾ അവർ നിങ്ങളെക്കാളും വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ അതുപോലെയാകാൻ സാധിക്കില്ല എന്നൊരു ചിന്ത ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ തുടക്കം മുതൽ ഇങ്ങനെ ആയതല്ലോ. അവരും ഒന്നുമല്ലാതിരുന്ന ഒരു ദിവസം തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഇത്രത്തോളം എക്സ്ട്രീം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിയത്. ഡിസിപ്ലിനും പതിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വികസിച്ചു വരുന്ന ഒരു സ്കില്ലാണ്. ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയും ഡിസിപ്ലിനിലേക്കുള്ള യാത്ര 0-ൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ കുന്നുപോലും കയറിയിട്ടില്ലാത്ത ആൾ മൗണ്ട് എവറസ്റ്റ് എങ്ങനെയാണ് കീഴടക്കുക? അതുപോലെ തന്നെയാണിതും. ഡിസിപ്ലിൻഡ് ആവുക എന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നത് നിങ്ങളുടെ മനസ്സിലെ കാലങ്ങളോളമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസം മാത്രമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, വാസ്തവത്തിൽ അത് വളരെയധികം എളുപ്പമുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. അതിനു വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക? അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഡിസിപ്ലിൻഡായി പ്രവർത്തിക്കേണ്ട 2 തരം ജോലികളാണുള്ളത്.
അതിൽ ഒന്നാമത്തേതാണ് ടൈംലി റിമൈൻഡേഴ്സ്. ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്ന് ഓർത്തിരിക്കേണ്ട ജോലികളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ആരെങ്കിലും ഒരു ജോലി ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്തു തീർക്കുന്നത് ഇതിനുദാഹരണമാണ്. സിമ്പിൾ ടാസ്ക്സ് ആണ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ തരം ജോലികൾ വരുന്നത് വിൽ പവർ ബക്കറ്റിലാണ്. ഇവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തലല്ല, പകരം നിങ്ങൾക്ക് ഇച്ഛാശക്തിയാണ് വേണ്ടത്. ഉദാഹരണത്തിന് പുലർച്ചെ 4 മണിക്ക് ജിമ്മിൽ പോകാൻ തീരുമാനിക്കുന്ന നിങ്ങൾ 4 മണിക്കുള്ള അലാം വയ്ക്കുമ്പോൾ ആദ്യത്തെ ടാസ്ക് പൂർണ്ണമാകുന്നു. എന്നാൽ 4 മണിയാകുമ്പോഴേക്കും ജിമ്മിൽ പോകാതിരിക്കാനുള്ള നിങ്ങളുടെ മടിയെ മറികടന്ന് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഇച്ഛാശക്തി. ഇവിടെയാണ് വിൽ പവർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, വ്യായാമം ചെയ്യുക തുടങ്ങിയവയൊക്കെ വിൽ പവർ ബക്കറ്റിൽ വരുന്നവയാണ്. ശരിക്കും 0-ൽ നിന്ന് തുടങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒന്ന്, ഓർമ്മപ്പെടുത്തലുകളിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുന്നവ. രണ്ടാമത്തേത്, ഇച്ഛാശക്തിയിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുന്നവ. നിങ്ങൾക്ക് വേണ്ടി 4 സിമ്പിൾ ഹാബിറ്റ്സിനെ പറ്റി ഇന്നിവിടെ പറഞ്ഞു തരുന്നതാണ്. ഇവ ഈ പറഞ്ഞ 2 കാറ്റഗറീസിനെയും ഫുൾഫിൽ ചെയ്യുന്നതും ഹാബിറ്റ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ പവർഫുൾ ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഹാബിറ്റ്സ് ആണ് ഇവ. നമ്പർ 1, മെഡിറ്റേഷൻ. മെഡിറ്റേഷനോ? ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഈ വീഡിയോ കാണുന്നത് നിർത്തി വേറെ എന്തെങ്കിലും പോയി കാണാം. ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയത്. മെഡിറ്റേഷനും ഡിസിപ്ലിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാക്കാം. വാസ്തവത്തിൽ അവർ തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ എമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതാണ്. ഒരു ഗവേഷണ പഠനത്തിലൂടെ തെളിഞ്ഞ കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഫോക്കസ്, അറ്റൻഷൻ, ഇമോഷൻ റെഗുലേഷൻ തുടങ്ങിയവ വർദ്ധിക്കുമെന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ 3 അലാംസ് വെക്കുക. മെഡിറ്റേഷൻ എന്നത് അത് 3-ലും മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ച ഈ സമയത്ത് വെറും 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. നമ്പർ 2, വേക്ക് അപ്പ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. അലാം അടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് സ്നൂസ് ചെയ്ത് വെക്കുക എന്നത്. ഇതുതന്നെയാണ് നിങ്ങളുടെ ഡിസിപ്ലിനെ ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ തന്നെ നശിപ്പിക്കുന്നത്. ഒരു ഗവേഷണ പഠനം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അതിരാവിലെ ഏത് രീതിയിലാണ് ഉണരുന്നത് അത് നിങ്ങളുടെ ബാക്കിയുള്ള ദിവസത്തിലെ മറ്റു കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അലാം കേട്ട ഉടനെ ഉണരുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഡിസിപ്ലിൻഡ് ആകാനുള്ള പ്രാക്ടീസാണ് നൽകുന്നത്. നമ്പർ 3, നെവർ സ്കിപ്പ് വർക്ക്ഔട്ട്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നാം, എന്നാൽ ഇതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. റെഗുലർ എക്സസൈസ് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് മാത്രമല്ല മെന്റൽ ഡിസിപ്ലിനും പ്രധാനമാണ്. എക്സസൈസിലൂടെ നിങ്ങളുടെ സെൽഫ് കൺട്രോൾ, സ്ട്രെസ് മാനേജ്മെന്റ് തുടങ്ങിയവ കൂടുതൽ മികച്ചതാകുന്നു. നമ്പർ 4, ക്വിറ്റ് ഷുഗർ. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാം, എന്നാൽ ഷുഗർ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല, പകരം മെന്റൽ ക്ലാരിറ്റി, വിൽ പവർ തുടങ്ങിയവയും അഫക്ട് ചെയ്യുന്നു. ഒരുപാട് മധുരം കഴിക്കുന്നതിലൂടെ എനർജി ക്രാഷസ്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇമ്പയർമെന്റ് തുടങ്ങിയവ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഷുഗർ ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ നിങ്ങളെ ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.